ഹേ ഓൾ, നല്ല ഈസി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ട്രസ്റ്റ് മീ, ദിസ് ഇസ് യമ്മി ആൻഡ് കിഡ്സ് വിൽ ലവ് ദിസ് ഫോർ ഷുവർ. എക്സ്പെരിമെൻറ്റഡ് ആണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 2 സവാള നീളത്തിൽ അരിഞ്ഞത്, സ്പൈസസ്, നമ്മളുടെ മെയിൻ ഹീറോ തേങ്ങാപ്പാൽ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആൻഡ് നെയ്യ്. വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്. ഞാൻ ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ജീര റൈസ് എടുത്ത് അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പാത്രം ചൂടായ ശേഷം ആവശ്യമുള്ള എണ്ണ, നെയ്യ് ആൻഡ് സ്പൈസസ് ആയിട്ട് 2 ഏലക്ക, 1 ഗ്രാമ്പ്, 1 പട്ട, ബിരിയാണി ഇല ആൻഡ് 1 സ്റ്റാർ അനീസ്. ഇതാണ് സ്പൈസസ് ഇട്ട് നല്ലോണം വഴറ്റിയ ശേഷം നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ കാഷ്നട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാം. നിർബന്ധമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തെന്നേ ഉള്ളൂ. ഞാനിവിടെ കാഷ്യൂ ആഡ് ചെയ്യുക. കാഷ്യൂ നല്ല ബ്രൗൺ ക്രിസ്പി ആയ ശേഷം നമ്മൾ നെക്സ്റ്റ് സവാള ആഡ് ചെയ്യാം. ആ ക്രിസ്പിനെസ് കിട്ടിയാലേ ആ കാഷ്നട്ട് കഴിക്കുമ്പോൾ നല്ല ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. സവാള പിന്നെ ആവശ്യമുള്ള ഉപ്പും ഈ സ്റ്റേജിൽ നമ്മൾ ആഡ് ചെയ്യാം. നല്ല ബ്രൗൺ കളറായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. പിന്നെ 10 വെളുത്തുള്ളി, ആ സെയിം അളവിൽ തന്നെ ഇഞ്ചി, 5 പച്ചമുളക് ഞാൻ നല്ലോണം മിക്സിയിലിട്ട് അരച്ചെടുത്ത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മസാല, വേറെ ഒരു മസാലയും ഇല്ല. ഇതിൻ്റെ പച്ചമണം നല്ലോണം മാറിയ ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം കേട്ടോ. പച്ചമണം മാറണം പക്ഷേ. എന്നിട്ട് നമ്മൾ 4 ഗ്ലാസ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. കട്ടിയുള്ള തേങ്ങാപ്പാലൊന്നുമില്ല, വെള്ളം ചേർത്തിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെയാണ്. ഞാൻ 2 ഗ്ലാസ് അരിക്കും 4 ഗ്ലാസ് തേങ്ങാപ്പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ ഉപ്പ് ആൻഡ് മല്ലിയില, പുതിന ഇല, വേണമെങ്കിൽ എക്സ്ട്രാ നെയ്യൊക്കെ ഈ സ്റ്റേജിൽ ആഡ് ചെയ്യാം കേട്ടോ. നല്ലോണം തിള വന്ന ശേഷം നമ്മൾ അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുള്ള അരി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ അരി അനുസരിച്ചാണ് കേട്ടോ നിങ്ങൾ വേവിച്ചെടുക്കേണ്ടത്. എനിക്ക് 15 മിനിറ്റായി. ട്രസ്റ്റ് മീ, ദിസ് ഇസ് വെരി യമ്മി. സോ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഡു ഗിവ് ഇറ്റ് എ ട്രൈ. ബൈ.